സ്വകാര്യത വേണമെന്ന് ചന്തുവോ സലീംകുമാറോ ആരും ഇതിനു മുമ്പ് പറഞ്ഞിട്ടുള്ളവരല്ലെന്നേ. അതല്ല ഞാൻ പറഞ്ഞ ചന്തു എന്തിനു റിയാക്ട് ചെയ്യണം? അതെ, ഞാൻ എന്റെ അപ്പനും അമ്മയും നന്നായിട്ട് സ്നേഹിക്കുന്നുണ്ട്, എന്റെ കുടുംബക്കാരെ സ്നേഹിക്കുന്നുണ്ട്, എനിക്ക് വേണ്ടപ്പെട്ടവരെ എനിക്ക് ഇഷ്ടമാണ്. അതുപോലെ ഈ പുള്ളിക്ക് അവസ്ഥ എന്ന് പറഞ്ഞാൽ പുള്ളിയുടെ അപ്പൻ ചത്താലും കുഴപ്പമില്ല, അമ്മ ചത്താലും പറഞ്ഞാൽ വന്നാ വീഡിയോ എടുത്തു എന്ന് പറഞ്ഞ് എനിക്ക് ഒരു പ്രശ്നമില്ല. കിഴക്കടുത്തുകാരുടെ വിളിച്ചൊന്നും ഞങ്ങളുടെ അടുത്ത് വേണ്ട. ഞങ്ങൾ വെട്ടുന്ന തുണ്ട രണ്ട് പാർട്ടീസ് ഫീലിംഗിലാണ് കാര്യം. നമ്മുടെ കോമൺ സെൻസ് വീട്ടില് ഒരു കുഴപ്പമില്ലെന്ന് എവിടാണേലും കവി തല്ലു വാങ്ങിയിട്ടേ പോകുന്നാ തോന്നുന്നത്. അപ്പൊ പാലക്കാരൻ എന്റെ അടുത്തോട്ട് കണ്ടോ? ഇവിടെ ഇരുന്ന് കാണിച്ചു കണ്ടോ? ഇതാണ് മീഡിയയുടെ കുഴപ്പം. ഇയാൾ അവതരിപ്പിക്കുന്നതല്ല ഇങ്ങനെയാ. ഞാൻ മാത്രമല്ല, അവരെല്ലാവരും ഇവിടെ മുന്നിൽ ഇരുന്ന് ഇത്രയും പേരും കേട്ടതല്ലേ ഞാൻ കാര്യം പറ. അപ്പൊ അവന്റെ അമ്മയുടെ വീടിന്റെ തൊട്ടടുത്ത് തന്നെ എന്റെ വീട്. എന്നിട്ട് അവൻ എന്നോട് ഇങ്ങനെ പെരുമാറണേ. അനാവശ്യം പറഞ്ഞ നിന്റെ പറങ്ങാണ്ടി മോന്തെ അടിച്ച് പൊളിച്ചളെ. അറിയാം നിനക്ക്? ഓ, നീ മൊത്തമായി നേർക്ക് നേരെ ഇരുന്ന് കള്ളം പറയുന്നു. നീ കൊള്ളാമല്ലോ. ഞാൻ പറഞ്ഞിട്ടില്ലാത്ത ആവേശം കൊണ്ട് ഓരോന്ന് വിളിച്ചു പറഞ്ഞ് തടിയേടാക്കണ്ട, പണിയെടുക്കാതെ ജീവിക്കാൻ നോക്ക്. നീ കൊള്ളാമല്ലോ. ഞാൻ പറഞ്ഞിട്ടില്ലാത്ത അതൊക്കെ ഗോപാലകൃഷ്ണൻ ഒരു നമ്പറല്ലേ? ഇത് എന്റെ ഒരു നമ്പറാ. കളിക്കുന്നത് അതിൽ വേണ്ട തെണ്ടി. ഏതാ ലൈറ്റിലടിച്ചു വിടുന്നായി കാണുന്നേ? പറഞ്ഞു അവന്റെ അമ്മ മരിച്ചാൽ കുഴപ്പമില്ല, അപ്പം മരിച്ചാൽ കുഴപ്പമില്ല. ഇപ്പൊ ഇവൻ പറഞ്ഞ എന്തുവാ? അങ്ങനെയല്ല. ഇതിനാണ് അവനവൻ പാരാന്ന് പറയുന്നത്. നമ്മുടെ ഫ്ലോർ അമ്മ മരിച്ചാൽ കുഴപ്പമില്ല. അപ്പുകുട്ടനോട് കളിക്കരുത്, കളിച്ചാ കളി പഠിപ്പിക്കും. ഫോൺ പൊക്കി പിടിച്ച് നടക്കുന്ന എല്ലാവരും ഓൺലൈൻ മീഡിയക്കാരല്ല. ഒന്ന്, ഈ സലീംകുമാറിന്റെ മരണാനന്തര ചടങ്ങിൽ സംഭവിച്ചൊരു കാര്യം എന്ന് പറയുന്നത് എല്ലാവരും ഓൺലൈൻ മീഡിയക്കാരെ തലക്കടിക്കുന്നുണ്ട്. അതിപ്പോ ഓരോ കീഴ്വഴക്കങ്ങളാവുമ്പോ ഇതില് മുഖ്യമന്ത്രി വി.ഡി. സതീശന് മാല ഇട്ട് കൊടുത്തത് ഓൺലൈൻ മീഡിയക്കാരനാണോ? ദിലീപേട്ടൻ വന്നപ്പോ സെൽഫി എടുത്ത ഓൺലൈൻ മീഡിയക്കാരനാണോ? മകൻ ചന്തു ദേഷ്യപ്പെട്ട് പറയുന്ന ഓൺലൈൻ മീഡിയക്കാരനോടാണോ? സാർ ഉൾപ്പെടെ ചിരിച്ചുകൊണ്ട് എല്ലാവർക്കും കൈ കൊടുത്ത് നടന്നു വരുന്ന ഒരു ദൃശ്യം ഞാൻ കണ്ടു. അതല്ല ഉദ്ദേശം. ശരിക്കും ഇത് റിയാലിറ്റി ഷോ ആണോ? മരണാനന്തര ചടങ്ങാണോ? ഒരിക്കലും കുറ്റപ്പെടുത്തി പറഞ്ഞല്ല. അതിൽ ഇന്നലെ ക്ലാരിഫൈ ചെയ്യണോ ഒരാൾ പറഞ്ഞാൽ. ഞാനിപ്പോ ഇവിടെ നിന്ന് ഒരു 3.5 മണിക്കൂർ ലൈവ് കഴിഞ്ഞ് ഇത് തന്നെ സലീംകുമാറിന്റെ മരണാനന്തര സംഭവങ്ങളൊക്കെ നമ്മൾ പറഞ്ഞിട്ട് നമ്മൾ അങ്ങോട്ട് ചെല്ലുമ്പോൾ പരിചയമുള്ള ഒരാൾ എന്നോട് കാണിക്കും, നമ്മളിങ്ങനെ കാണിക്കും. അപ്പൊ എന്റെ അച്ഛൻ മരിച്ചു കിടന്ന ആൾ വന്നപ്പോഴും ഞാൻ കൈ കാണിച്ചിട്ടുണ്ട്. എവിടെയോ എന്തോ ഒരു തകരാറ് പോലെ. അതായത് മനസ്സിലായി. അവാർഡ് ഷോയിൽ വരുന്നത് പോലെ ജനങ്ങൾ അപ്പുറം ഇപ്പുറം നിൽക്കുന്നു, താരങ്ങൾ വരുമ്പോൾ കൈ കൊടുക്കുന്നു. മരിക്കുന്ന ഒരു ബോഡി അവിടെ കിടപ്പണമെന്നുള്ള ചിന്തയൊന്നുമില്ല. അപ്പോഴല്ലേ പെടലേക്ക് വെക്കുന്ന ഓൺലൈൻ മീഡിയ ആണ്. എല്ലാം ഒന്നും ഓൺലൈൻ മീഡിയ കുറ്റം പറയാൻ പറ്റത്തില്ല സാറേ. അങ്ങനെ പറഞ്ഞു കൊടുക്കണം. അയ്യോ, പറഞ്ഞോണ്ട് നേരം പോയി അറിഞ്ഞില്ല. ഞാൻ പോട്ടാ. ഞാനും വരുന്നു. ചുമ്മാ കാറിൽ പോ.